ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആപ്ലിക്കേഷനല്ല, ഇതൊരു വെബ്സൈറ്റാണ്. നിങ്ങളാണെങ്കിൽ നേരത്തെ പേ ബോക്സ് അതുപോലത്തെ വെബ്സൈറ്റിനെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെയൊക്കെ കുറച്ച് വേറെ ലെവലായിട്ടാണ് ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഗെയിംസ് കളിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് രീതിയിൽ ഏണിങ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഈ ഒരു വെബ്സൈറ്റിൽ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഇൻസ്റ്റൻറ്റ്. ഓക്കെ, അത് Paytm കയറുന്നതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചോ. നമുക്ക് വീഡിയോ തുടങ്ങാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ക്രോമിൽ പോകുന്നതായിരിക്കും. ക്രോമിൽ പോയിട്ട് ആപ്ലിക്കേഷനല്ല, വെബ്സൈറ്റാണ്, സോറി. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവിടെ രജിസ്റ്ററിൻ്റെ ഒരു ബട്ടൺ കാണും മുകളിൽ. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അടുത്ത് പാസ്വേഡ് ചോദിക്കും, ഒരു കൺഫേം പാസ്വേഡും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒരു ചെറിയ ബോക്സ് കാണും, അതൊരു ടിക്ക് ഇട്ടിട്ട് ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു OTP വരുന്നതായിരിക്കും നമ്മുടെ മൊബൈലിലേക്ക്. ഇൻസ്റ്റൻ്റ് ആയിട്ടൊക്കെ OTPയുടെ സീനൊന്നുമില്ല കേട്ടോ. OTP എൻ്റർ ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം ക്ലെയിം ബോണസ് എന്നൊരു ഓപ്ഷൻ വരുന്നു. 100 കോയിൻസ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഫ്രീ ആയിട്ട് ഒരു സൈൻ ബോണസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൈൻ ബോണസ് ഒക്കെ നിങ്ങൾ ക്ലെയിം ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ താഴെ ഒരു ഓപ്ഷൻ കാണാം, ഇത് ആഡ് ടു ഹോം സ്ക്രീൻ അടിക്കാനായിട്ട്. ഓക്കെ, അതായത് ഒരു ആപ്ലിക്കേഷൻ പോലെ ഹോം സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഹോം സ്ക്രീനിൽ കൊണ്ടുവരുന്നു. ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ വന്നില്ലെങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാധാരണ വെബ്സൈറ്റൊക്കെ ആഡ് ടു ഹോം സ്ക്രീൻ അടിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ആഡ് ടു ഹോം സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ ഹോം സ്ക്രീനിൽ വന്ന് കിടക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ലിങ്ക് അന്വേഷിച്ച് പോകേണ്ട, സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യുക. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും 100 കോയിൻസ് ഉണ്ട്, 0 റുപ്പീസ് ഉണ്ട്. 2 വാലറ്റാണ് ഇതിനകത്ത്, കോയിൻ വാലറ്റും ഉണ്ട്, അതുപോലെ തന്നെ റുപ്പീസിൻ്റെ വാലറ്റും ഉണ്ട്. അപ്പം ഇതിനകത്ത് കോയിൻസിൻ്റെ ജാഗ്രൻ കോയിൻസ് എന്നാണ് പറയുന്നത്. അത് ജാഗ്രൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, ജാഗ്രൻ കോയിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കോയിൻസ് ഏൺ ചെയ്യുക, അതിനുശേഷം ഇത് പൈസയാക്കി കൺവേർട്ട് ചെയ്യുക. എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് കാണിക്കാം. ഇപ്പം നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രീ ഗെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു കാറ്റഗറി നിങ്ങളത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേയധികം ഗെയിംസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ MBLലോ അല്ലെങ്കിൽ എന്താ പറയുക വിൻസോയിലൊക്കെ കാണുന്ന പോലത്തെ അഴുക്ക് ഗെയിംസ് അല്ല, കുറച്ചുകൂടെ ഇച്ചിരി ലെവൽ ഗെയിംസാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ തന്നെ ഉണ്ട്, അതിനകത്തുള്ള ഗെയിംസും ഉണ്ട്, പിന്നെ കുറച്ചുകൂടെ ലെവൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്യൂസ് അറിയാമെങ്കിൽ ക്യൂസ് കളിക്കുക. അതുപോലെ സോംബിയുടെ ഒരു ഗെയിമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ച സാധാരണ വെബ്സൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് ക്വാളിറ്റി ഉണ്ടാകത്തില്ല ഗെയിമിന്, ചവർസാനമായിരിക്കുന്നു. പക്ഷേ ഗെയിം ഓപ്പൺ ആയി വന്നപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ലത്, അല്ലാതെ GTA, PUBG, ഫ്രീ ഫയർ കളിക്കുന്ന ആ ലെവലിലൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു ഗെയിമിന്. പിന്നെ ഇതിനകത്ത് ചുമ്മാ വെടിവെച്ചാൽ മാത്രം മതി, സോംബീസ് വരും, അവരെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ലെവൽ കംപ്ലീറ്റ് ആവും, പിന്നെ അടുത്ത ലെവലിലേക്ക് പോകും. ഇങ്ങനെയാണ് ഗെയിം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗെയിം ഒന്ന് കാണാം. നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാൻ ബോറടിക്കാതെ എൻ്റർടൈൻമെൻറ്റ്, ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ ഈ ഒരു ഗെയിംസ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് കോയിൻസ് ആണ് കിട്ടുന്നത്, റുപ്പീസ് അല്ല. കോയിൻസ് നമ്മൾ റുപ്പീസാക്കി കൺവേർട്ട് ചെയ്യണം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഗെയിം പ്ലേ ഒന്ന് കണ്ടു നോക്ക്. ഞാനൊരു പ്രോ പ്ലെയറൊന്നും അല്ല, എന്നാലും കണ്ടു നോക്ക്. നമ്മുടെ ഒരു ലെവൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ലെവലിലേക്കും അങ്ങനെയാണ് ഈ ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾ അവർ പറയുന്നിടം വരെ കളിക്കണം, അന്നേരം മാത്രം നമുക്ക് കോയിൻസ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇടയ്ക്ക് വെച്ച് എസ്കേപ്പ് ആയി, കാരണം അത് കളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ടൈം പോകും. ഓക്കെ, അപ്പം ബാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ. ഇനി ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. നമ്മൾ ഓളിലായിരുന്നു ആദ്യം വന്ന് നിന്നത്, അതായത് എല്ലാ ഗെയിംസും അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഈ കാണുന്ന ഫ്രീ ഗെയിംസ് തന്നെയാണ് അവിടെ മുകളിൽ ബാനറായിട്ടും വന്നേക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം, ഇല്ലെങ്കിൽ ഓളിൻ്റെ ഇപ്പുറത്തായിട്ടും ടൂർണമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ടൂർണമെൻറ്റ് ഇപ്പം തുടങ്ങിയിട്ടില്ല, വെബ്സൈറ്റ് പുതിയതാണ്, ഏകദേശം ഒരാഴ്ചയേ ഉള്ളൂ റിലീസായിട്ട്. അപ്പോൾ ഇനിയും ഈ ഒരു ടൂർണമെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ലെവലിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിട്ട്. അപ്പോൾ കോയിൻസ് കുറച്ചുകൂടെ അധികം ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അത് നമ്മുടെ ഫ്രീ ഗെയിംസിൻ്റെ തന്നെയാണ്. അത് ആദ്യം പറഞ്ഞത് സോംബിയുടെ ഗെയിം, അതുപോലെയുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ കിട്ടുന്ന കോയിൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മഹാ ക്യാഷ് വിൻ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ഒരു കാറ്റഗറി കാണാൻ സാധിക്കും. കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഗെയിംസ് ഉണ്ട്. അതിനകത്ത് സ്പിൻ വീല്, ലൂഡോ, ക്വിസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുട്ബോൾ, കുറേയധികം ഗെയിമുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ കോയിൻസ് കൊടുത്തിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിൻ ചെയ്യുവാണെങ്കിൽ ഇത് പൈസയായി കൺവേർട്ട് ആവും. ഈ ലാസ്റ്റിൽ വന്നിരിക്കുന്ന 2 ഗെയിംസിൽ അപ് ടു 100 റുപ്പീസ് നിങ്ങൾക്ക് ഒരു ഗെയിം
ഗെയിം കളിച്ച് വിൻ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഒരു ഗെയിമിൽ വിൻ ചെയ്താൽ മതി 100 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതിനകത്ത് കൂടുതലും ആൾക്കാർ സിമ്പിളായിട്ട് നോക്കുന്നത് സ്പിന്നാണ്. സ്പിൻ എടുക്കും. സ്പിന്നിനകത്ത് നമുക്ക് എൻട്രി 50 ആണ്. അപ് ടു 5 റുപ്പീസ് നിങ്ങൾക്ക് ഓരോ സ്പിന്നിലും കിട്ടും. പക്ഷേ ഇതിനകത്തൊരു ചെറിയ സീൻ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോണം സ്പിൻ ഞാൻ ചെയ്യാൻ പോവാണ്. സ്പിന്ന് ലോഡായി വരുന്നുണ്ട്. 50 റുപ്പീസാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് റുപ്പീസ് മാത്രമല്ല 50 കോയിൻസാണ് നിങ്ങൾക്ക് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 5 റുപ്പീസാണ് മാക്സിമം നിങ്ങൾക്ക് സ്പിന്നിൽ വിൻ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ സ്പിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോയിൻസും കിട്ടും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 30 കോയിൻസാണ്. ഓക്കെ, 30 കോയിൻസിലാണ് ഇപ്പോൾ വന്നിരുന്നത്. 30 കോയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ 50 കോയിൻസ് കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ച് 30 കോയിൻസ് കിട്ടി. അപ്പോൾ അത് നഷ്ടമല്ലേ? സോ സ്പിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് ഒരുപാട് കോയിൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ സ്പിൻ ചെയ്യാവുള്ളൂ. നിങ്ങളൊരു എക്സ്പേർട്ട് പ്ലെയർ ആണെങ്കിൽ മാത്രം. അതായത് കുറേ കോയിൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, 10-15 കോയിൻസ് ഉണ്ടെങ്കിൽ സ്പിൻ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അല്ലാത്തൊരു സ്പിൻ ചെയ്യരുത്. കോയിൻസിൽ നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ലക്ക് ഉണ്ടെങ്കിൽ അടിക്കും. ബാക്കി ഗെയിംസ് എന്ന് പറയുന്നത് ലക്കിൽ ബേസ്ഡ് അല്ല, നിങ്ങൾ കളിക്കുന്നതിൽ ബേസ്ഡാണ്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് കളിക്കുന്നോ അത്രത്തോളം പൈസ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ബാക്കി ഗെയിംസ് ട്രൈ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ താഴെ ഇൻസ്റ്റൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഇൻസ്റ്റൻറ്റിൽ വരുന്ന ഇതേ ഗെയിംസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഹോമിലും അതായത് ഓൾ എന്ന ഓപ്ഷനിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് ഗെയിംസ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കോയിൻസിനെ റുപ്പീസാക്കി മാറ്റാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ റഫർ ആൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് തൊട്ടിപ്പുറത്തുള്ള റഫർ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റഫർ കോഡ് കിട്ടും. റഫർ കോഡ് നിങ്ങൾ ഷെയർ ചെയ്ത് എന്താ കിട്ടുന്നത് വെച്ചാൽ കോയിൻസ് ആണ് കിട്ടുന്നത്, റുപ്പീസ് അല്ല കിട്ടുന്നത്. ഓരോ റഫറിന് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും. അത് എത്ര കോയിൻസ് ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നിങ്ങൾ റഫർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചേക്കാം. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ റഫർ കോഡ് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, കാരണം ഇതിനകത്ത് കോയിൻസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ആ കോയിൻസ് ഗെയിം കളിച്ച് റുപ്പീസ് ആക്കണം. അതുകൊണ്ട് നിങ്ങൾ റഫർ കോഡ് കമൻറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ റഫർ കോഡ് കമൻറ്റ് ചെയ്തോളൂ. അപ്പം പുതിയ യൂസേഴ്സ് വരുമ്പോൾ കമൻറ്റ് ചെയ്യുന്ന റഫർ കോഡ് എടുത്തോട്ടെ. എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരാൾ മാത്രം കമൻറ്റ് ചെയ്യുമ്പോൾ അയാളുടെ റഫർ കോഡ് മാത്രമേ യൂസ് ചെയ്ത് വരത്തുള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇവിടെ വിഡ്രോ ചെയ്യുന്നത് കാണിച്ചു തരാം. വിഡ്രോയും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്താൽ ചെക്കും അതുപോലെ ഇൻസ്റ്റൻറ്റും ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റൻറ്റ് വിഡ്രോയിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ Paytm നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, വിഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവ് വിഡ്രോ എന്ന് കാണാം. ഇങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് 4:25 വിഡ്രോ ചെയ്തതാണ്. ഓക്കെ, നിങ്ങളിവിടെ നോക്കിയിട്ട് കാണാൻ സാധിക്കും. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റൻറ്റ് വിഡ്രോയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, ചെക്ക് വിഡ്രോ അല്ല. ഓക്കെ, ഇൻസ്റ്റൻറ്റ് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് Paytmന് ക്ലിക്ക് ചെയ്യുന്നു. Paytm നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം 10 റുപ്പീസ്. ഓക്കെ, Paytm നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കണം Paytm നമ്പർ. 10 റുപ്പീസ് ക്ലിക്ക് ചെയ്ത് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്ത് 4:25 കറക്റ്റ് എക്സാക്റ്റ് ആ ടൈമിന് തന്നെ സക്സസ്ഫുൾ വിഡ്രോ ആയി. Paytm ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. 4:25 ഇന്നലെ വൈകിട്ട് വിഡ്രോ ചെയ്താണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും 3 ജൂൺ 4:25 വിഡ്രോ സക്സസ്ഫുൾ. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഇൻസ്റ്റൻ്റ് ആണ്. ഓക്കെ, 1 സെക്കൻഡ് പോലും എടുക്കത്തില്ല. സൂപ്പർ ആപ്ലിക്കേഷനാണ്, അടിപൊളിയാണ്. അതുപോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റും പിന്നെ ഏണിങ്ങും രണ്ടും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതിൽ ടാറ്റ, താങ്ക് യു ഫോർ വാച്ചിങ്.